രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കർത്താവിന്റെ കരം ഓരോ വ്യക്തികളുടെ പേര് നീണ്ടുവരട്ടെ. ദൂരത്തിന്റെ പേരും സമയത്തിന്റെ പേരും അധികാരമുള്ള കർത്താവേ, ഈ സമയം വിവിധങ്ങളായ ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട്, കുടുംബങ്ങളിൽ ഇരുന്നു കൊണ്ട് നിന്നെ ആരാധിക്കുന്ന മക്കളെ നീ അവിടുത്തെ കാണണമേ. നിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകം സകല വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ദിക്കുകളിലേക്കും രാജ്യങ്ങളിലേക്കും ഈ സമയം അവിടെ ഒഴുകട്ടെ. കുഞ്ഞുങ്ങളിലേക്ക് യേശുവിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകം വന്ന് നിറയട്ടെ. തിന്മയുടെ സ്വാധീന വലയങ്ങളെ പെട്ടിരിക്കുന്ന യുവജനങ്ങളെ യേശുവിന്റെ തിരുരക്തക്കടലിൽ മുക്കിയെടുക്കണമേ. ദാമ്പത്യ ജീവിതങ്ങളെ യേശുവിന്റെ തിരുരക്തത്താൽ അവിടെ കഴി വിശുദ്ധീകരിക്കണമേ. രണ്ട് കരമുയർത്തി വിളിച്ച മക്കളെ യേശുവേ, യേശുവേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. മാലാഖമാരോടൊത്ത് ആരാധിച്ച് യേശുവേ ആരാധന. വിശുദ്ധാത്മാക്കളോടൊത്ത് ആരാധിച്ച് യേശുവേ ആരാധന. രക്തസാക്ഷിയോടൊപ്പം ആരാധിച്ച് യേശുവേ ആരാധന. സ്നേഹന്മാരോടൊപ്പം ആരാധിച്ച് യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി ആരാധിച്ച് യേശുവേ ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. പൗലോസ് ശ്ലീഹ തിമോത്തിയോസിനോട് പറയുകയാണ്, ഇത് ദൈവനിവേശിതമാണ്, ദൈവത്തിന്റെ വചനം. എങ്കിൽ പൗലോസ് ശ്ലീഹ ഏതൊക്കെ പുസ്തകങ്ങളെ കുറിച്ചായിരിക്കും പറയുന്നുണ്ടാകുക? പൗലോസ് ശ്ലീഹ എന്ന് പറഞ്ഞിട്ടുണ്ട് പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങളെ കുറിച്ച്. ഇത് ദൈവനിവേശിതമാണ്. എന്താണ് ദൈവനിവേശിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന്റെ ശ്വസനം ഏറ്റുവാങ്ങിയത്, ദൈവം ശ്വസിച്ചത്, ദൈവം നിശ്വസിച്ചത്, ദൈവത്തിന്റെ ശ്വസനം പതിഞ്ഞതാണ് ദൈവവചനം എന്നുള്ളത്. എൻ്റെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം അത് ദൈവത്തിന്റെ ശ്വസനം ഏറ്റുവാങ്ങിയതാ. ഒരു കുഞ്ഞ് പേടിച്ച് ഓടി അമ്മയുടെ അടുക്കലേക്ക് വരുന്നു. അമ്മ ഈ കുഞ്ഞിനെ കെട്ടി പിടിക്കുന്നു, മാറോട് ചേർക്കുന്നു, ആ കുഞ്ഞിനെ എടുക്കുന്നു. പേടിച്ചു വരുന്ന ഈ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിന്റെ ശ്വസനം അമ്മയുടെ മുഖത്ത് പതിയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈശോയുടെ സ്നേഹത്തിന്റെ കാറ്റ് നമ്മുടെ മുഖത്ത് പതിയുന്നതാ. ഓരോ മക്കളും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഞാൻ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യേശുവിന്റെ ശ്വസനമാ എൻ്റെ മുഖത്ത് പതിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പ്രകാശം എന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു കുഞ്ഞ് അമ്മയുടെ മുഖത്തേക്ക് ശ്വസിക്കുന്നത് പോലെ ആ അമ്മയുടെ മുഖത്തേക്ക് ശ്വസിക്കുന്ന ആ അനുഭവം തന്നെയാ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം വായിക്കുമ്പോൾ ആ വ്യക്തിയിൽ സംഭവിക്കുന്നത്. കാരണം എന്താ? ഇത് ദൈവത്തിന്റെ ശ്വസനമാ, ദൈവം ശ്വസിച്ചതാ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനത്തിന് ശക്തിയുണ്ട് എന്ന് ഓരോ വ്യക്തികളും തിരിച്ചറിയണം. ദൈവവചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കാറ്റാണ് നമ്മുടെ മുഖത്ത് പതിയുന്നത്. നമ്മൾ കാണുക ആമോസ് പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാം തിരുവചനം. നിങ്ങളുടെ ദേശത്തേക്ക് ഞാൻ ക്ഷാമം അയക്കുന്നു. ഭക്ഷണത്തിന് വേണ്ടിയുള്ള ക്ഷാമമല്ല, ദാഹജലത്തിന് വേണ്ടിയുള്ള ക്ഷാമമല്ല, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയുള്ള ക്ഷാമമാണ് ഞാൻ അയക്കുന്നത്. ഓർത്തു നോക്കിയേ, ഈ കാലഘട്ടം ഒരു ക്ഷാമത്തിന്റെ കാലഘട്ടം. എന്തിനു വേണ്ടിയുള്ള ക്ഷാമ? ഭക്ഷണത്തിന് വേണ്ടിയുള്ളതും ദാഹജലത്തിനും വേണ്ടിയുള്ള ക്ഷാമമല്ല, മറിച്ച് കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയുള്ള ക്ഷാമമാണ്.
നമ്മൾ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുക. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ വിശുദ്ധ കുർബാന നിലയ്ക്കുന്ന അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദേവാലയത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതുപോലെ തന്നെ നമുക്ക് ആത്മീയ കാര്യങ്ങൾ ലഭിക്കാത്തൊരു കാലഘട്ടം ഉണ്ടാകുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പോകാമായിരുന്നു, ഏത് സമയത്ത് വേണമെങ്കിലും ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലാമായിരുന്നു. എന്നാൽ ദേവാലയം പൂട്ടപ്പെട്ട അവസ്ഥ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതുപോലെ തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞ പോലീസ് പിടിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാ പ്രിയപ്പെട്ടവരെ, ഇതാ നിങ്ങളുടെ ദേശത്തേക്ക് ഞാൻ ക്ഷാമം അയക്കുന്നു. ഭക്ഷണത്തിനോ ദാഹജലത്തിനും വേണ്ടിയുള്ള ക്ഷാമമല്ല, മറിച്ച് കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയുള്ള ക്ഷാമമാണ്. പഴയ നിയമ ജനതയിൽ കാണാൻ സാധിക്കും. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ 2 കാലഘട്ടമുണ്ട് ദൈവം സംസാരിക്കാത്ത കാലഘട്ടം. ഒന്ന്, ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്ന കാലഘട്ടം. 400 വർഷക്കാലമാ ദൈവം ആ ജനത്തോട് സംസാരിക്കാതിരുന്ന്. ദൈവമായ കർത്താവ് ഈജിപ്തിന്റെ അടിമത്തത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിച്ചു. 400 വർഷക്കാലം ദൈവം അവരോട് സംസാരിക്കുന്നില്ല, മോശയോട് സംസാരിക്കുന്നത്. ഇതുപോലെ തന്നെ തുടക്കത്തിൽ നാം കാണുന്നുണ്ട്, യാക്കോബിനോട് ബദേൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ദൈവം സംസാരിക്കുന്നു. പിന്നീട് 400 വർഷക്കാലം ദൈവത്തിന്റെ സ്വരം ഈ ജനത്തിന് കേൾക്കാൻ പറ്റുന്നില്ല. പിന്നീട് നാം കാണുന്നത് മലാക്കി പ്രവാചകൻ കഴിഞ്ഞു കഴിഞ്ഞ സ്നാപക യോഹന്നാൻ വരുന്ന കാലഘട്ടം വരെ ദൈവത്തിന്റെ സ്വരം കേൾക്കാത്ത ഒരു കാലഘട്ടം ഈ ജനതയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലൊരു കാലഘട്ടത്തിലൂടെ നമ്മളും കടന്നു പോകുക. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം സംസാരിക്കാത്തൊരു കാലഘട്ടമാണെങ്കിൽ അത് ദൈവം പ്രവർത്തിക്കാത്ത കാലഘട്ടമാ. ദൈവം സംസാരിക്കാത്തൊരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കാത്ത ഒരു കാലഘട്ടമാണ് എന്ന് ഓരോ ദൈവ പൈതലും തിരിച്ചറിഞ്ഞു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവസങ്ങളിൽ എസെക്കിയേൽ പ്രവാചകനെ ദൈവമായ കർത്താവ് ആനയിക്കുന്നുണ്ട് അസ്ഥിയുടെ താഴ്വരകളിലേക്ക്. അവിടെ കൊണ്ടുപോയിട്ട് എസെക്കിയേൽ പ്രവാചകനോട് പറയുന്നുണ്ട്, നീ ഇവിടെ എന്ത് കാണുന്നു? വരണ്ടുണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ. എന്നാൽ ഈ അസ്ഥികൾക്ക് ജീവൻ വെക്കാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നു? എല്ലാം നീ അറിയുന്നു എന്ന്, എല്ലാം നിനക്കറിയാമല്ലോ എന്ന് എസെക്കിയേൽ പ്രവാചകൻ പറയുക. ആ സമയത്ത് ദൈവമായ കർത്താവ് എസെക്കിയേൽ പ്രവാചകനോട് പറയുന്നത് എന്താ? നീ ഈ വരണ്ടുണങ്ങിക്കിടക്കുന്ന അസ്ഥികളോട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക. വരണ്ടുണങ്ങിക്കിടക്കുന്ന അസ്ഥികളോട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക. ഈ അസ്ഥികളിലേക്ക് ദൈവത്തിന്റെ വചനം കടന്നു വരിക. എന്താ സംഭവിച്ചേ? ഈ അസ്ഥികളിലേക്ക് ചർമ്മം വരുന്നു, ഈ അസ്ഥികളിലേക്ക് മാംസം വരുന്നു, ഈ അസ്ഥികളിലേക്ക് ഞരമ്പുകൾ വരുന്നു. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ ജനത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അവർക്ക് ചർമ്മം നഷ്ടപ്പെട്ടു പോയി, അവർക്ക് മാംസം നഷ്ടപ്പെട്ടു പോയി, അവർക്ക് ഞരമ്പുകൾ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ദൈവത്തിന്റെ വചനം കടന്നു വന്നപ്പോൾ, ദൈവത്തിന്റെ പ്രാണൻ ഈ അസ്ഥികളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ജീവൻ വെക്കുക, കിരികിര ശബ്ദം അവിടെ നിന്നുണ്ടാവുക. ഈ കാലഘട്ടത്തിലും എത്രയോ വ്യക്തികളില പ്രത്യാശ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ പോലെ ഈ ആരാധനയെ പങ്കെടുത്തിരിക്കുന്നത്. നിരാശയിൽ ജീവിക്കുക, സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ നിന്റെ സ്വപ്നങ്ങൾ തിരിച്ചു തരാൻ സാധിക്കും, നിന്റെ പ്രതീക്ഷകൾക്ക് ഉത്തരം തരാൻ സാധിക്കും. ദൈവത്തിന്റെ വചനം ഈ അസ്ഥികളുടെ താഴ്വരയിലേക്ക് കടന്നു വന്നതുപോലെ ദൈവത്തിന്റെ വചനം നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയെല്ലാം ജീവൻ സംഭവിക്കാം. പുതിയ മാംസം, പുതിയ ചർമ്മം, പുതിയ ഞരമ്പുകൾ നിനക്കുണ്ടാവും എന്ന് നീ തിരിച്ചറിഞ്ഞു. ഇവിടെയാ നാം കാണുന്നേ. എന്താണ് എസെക്കിയേൽ പ്രവാചകൻ നമ്മോട് പറയുന്ന മാംസം, ഞരമ്പുകൾ? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നോക്കിക്കോ, ഇസ്രായേൽ ജനത്തിന്റെ പരിത്യക്ത അവസ്ഥയാ. ഇസ്രായേൽ ജനത്തിന്റെ പരിത്യക്ത അവസ്ഥയ ഈ 3 കാര്യങ്ങളും. കാരണം ഇസ്രായേലിന്റെ ചരിത്ര പശ്ചാത്തലം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 537 ബാബിലോൺ വിപ്രവാസ കാലത്ത് ഇസ്രായേൽ ജനം എന്തെന്നില്ലാത്ത ദുരിത കയത്തിൽ അവർ ആയിത്തീർന്നു. അവർക്ക് നഷ്ടപ്പെട്ടു പോയത് 3 കാര്യങ്ങളാണ്. എന്താണ് ഇസ്രായേൽ ജനത്തിന് നഷ്ടപ്പെട്ടു പോയ 3 കാര്യങ്ങൾ? ഒന്ന്, അവർക്ക് കാനാൻ ദേശം നഷ്ടപ്പെട്ടു പോയി.
2 അവർക്ക് രാജാവിനെ നഷ്ടപ്പെട്ടു പോയി. 3 അവിടെ ദേവാലയമായ ജെറുസലേം ദേവാലയം നഷ്ടപ്പെട്ടു പോയി. അത് തന്നെയാണ് ഇവിടെ ദൈവമായ കർത്താവ് എസെക്കിയേലിലൂടെ പറയുന്ന 3 കാര്യങ്ങൾ. ഇതാ നിനക്ക് മാംസം വെച്ചു തരും, നിനക്ക് പുതിയ ചർമ്മം തരും, നിനക്ക് ഇതുപോലെ തന്നെ ഞരമ്പുകൾ വെച്ചു തരും. എന്തായിരുന്നു ഇസ്രായേൽ ജനത്തിന് ഈ കാനാൻ ദേശം നഷ്ടപ്പെട്ടു പോയപ്പോൾ അവരിൽ സംഭവിച്ചത്? ദൈവമായ കർത്താവ് അബ്രാഹത്തിലൂടെ, ഇസ്ഹാക്കിലൂടെ, യാക്കോബിലൂടെ അരുൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാനാൻ ദേശം ഞാൻ തരുമെന്ന്. ഇത് ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്തതാ. വീണ്ടും കാണുകയാണ്, 40 വർഷക്കാലം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നീങ്ങിയപ്പോൾ ഇസ്രായേൽ ജനത്തിന് ദൈവമായ കർത്താവ് കൊടുത്തതാണ് ഈ കാനാൻ ദേശം. ഇതുപോലെ തന്നെ തേനും പാലും ഒഴുകുന്ന സ്ഥലമാ കാനാൻ ദേശം. ഇസ്രായേലുമായുള്ള ദൈവത്തിന്റെ ഉടമ്പടിയുടെ അടയാളമായി ദൈവം കൊടുത്തിട്ടുള്ളതാ ഈ കാനാൻ ദേശം. എന്നാൽ ഇസ്രായേൽ ജനത്തിന് ഈ കാനാൻ ദേശം നഷ്ടപ്പെട്ടു പോകുക. വീണ്ടും കാണുക, ഇസ്രായേൽ ജനത്തിന് നഷ്ടപ്പെട്ടു പോയത് അവിടെ രാജാവിനെയാണ്. ഇസ്രായേലിലെ രാജാവിനെ വിളിച്ചത് കർത്താവിന്റെ അഭിഷിക്തൻ എന്നാണ്. ദാവീദിന്റെ വംശപരമ്പരയിൽ നിന്ന് ഒരു രാജാവ് അവരെ സംരക്ഷിക്കാൻ ഉണ്ടാകുമെന്നും ആ ചെങ്കോലും സിംഹാസനവും അവിടെ ഉള്ളിൽ നിന്ന് അവിടെ കയ്യിൽ നിന്ന് എടുത്തു കളയില്ല എന്ന് ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തോട് വാഗ്ദാനം ചെയ്തതാ. എന്നാൽ അവർക്ക് രാജാവിനെ നഷ്ടപ്പെട്ടു പോയി, രാജാവിനെ പിടിച്ചുകൊണ്ട് പോയേക്കാം. 3ാമത് ഇസ്രായേൽ ജനത്തെ നഷ്ടപ്പെട്ടു പോയത് അവരുടെ ദേവാലയമായ ജെറുസലേം ദേവാലയമാണ്. നമുക്ക് കാണാൻ സാധിക്കും, അമ്മയെ ഞാൻ മറന്നാലും ജെറുസലേമിനെ ഞാൻ മറക്കുകയില്ല എന്ന് 137 സങ്കീർത്തനത്തിൽ ഇസ്രായേൽ ജനം പാടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ബാബിലോന്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനം 137 സങ്കീർത്തനം 1 മുതൽ 9 വരെയുള്ള തിരുവചനം കാണാൻ സാധിക്കും. ബാബിലോൺ നദിയുടെ തീരത്തിരുന്ന് സിഹിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഇസ്രായേലിനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അല്ലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു, ഞങ്ങളെ തടവിലാക്കാൻ തടയിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടുവിൻ എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഇസ്രായേൽ ജനം ഈ ബാബിലോന്റെ അടിമത്തത്തിലാ. അപ്പൊ ബാബിലോന്റെ അടിമത്തത്തിലായിരുന്ന ഈ ഇസ്രായേൽ ജനത്തോട് ഇവർ പറയുക, നിങ്ങൾ പാട്ടുപാട്. ഇവർക്ക് അപ്പൊ പാട്ടുപാടാൻ പറ്റുമോ? കാരണം അവർക്ക് നഷ്ടപ്പെട്ടു പോയി അവരുടെ ഹൃദയത്തിന്റെ ഭാഗമായ ജെറുസലേം ദേവാലയം. അതാണ് ഈ ജനം പാടിയത്, ജെറുസലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലതു കൈ മറക്കട്ടെ, ഞാൻ നിന്നെ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലേമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ ഞാൻ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ എന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ജനത്തെ നഷ്ടപ്പെട്ടു പോയി അവിടെ കാനാൻ ദേശം, അവിടെ ഇസ്രായേലിന്റെ രാജാവിനെ നഷ്ടപ്പെട്ടു പോയി, അവിടെ ജെറുസലേം ദേവാലയം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ നമ്മൾ കാണുകയാണ്, ഈ പ്രവാചകൻ അസ്ഥികളുടെ താഴ്വരയിൽ ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ചപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു കിട്ടിയ ചരിത്രത്തിൽ നാം കാണുകയാണ്. BC 537 അവർക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ അവിടെ തിരിച്ചു കിട്ടിയ. എങ്ങനെയാണ് അവർക്ക് തിരിച്ചു കിട്ടിയത്? ദൈവത്തിന്റെ വചനം അവരിലേക്ക് കടന്നു വന്നപ്പോൾ. ഈ കാലഘട്ടത്തിലും പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന പല കുടുംബങ്ങളും ദുരിത കയത്തിലാണ്. കടബാധ വിട്ടുപോകുന്നില്ല, രോഗങ്ങൾ വിട്ടുപോകുന്നില്ല. എന്ത് നോക്കിക്കഴിഞ്ഞാലും തിന്മയുടെ സ്വാധീനവലയങ്ങൾ, മക്കളുടെ ജീവിതം മെച്ചപ്പെടാത്ത അവസ്ഥ, പഠിച്ചിട്ട് വിഷയം ഭരിക്കാത്ത അവസ്ഥ, അതുപോലെ തന്നെ നല്ല ജോലി കിട്ടാത്ത അവസ്ഥ. എപ്പോഴാണ് നിന്റെ കുടുംബം തകർന്നു പോയത്? നിന്റെ കുടുംബത്തിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയത്? മക്കളെ, നിന്റെ കുടുംബത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനം വിട്ടുപോയപ്പോൾ, നിന്റെ കുടുംബത്തിൽ നിന്ന് ഈ കൂദാശ ജീവിതം നഷ്ടപ്പെട്ടു പോയപ്പോഴാ ഇസ്രായേൽ ജനത്തെ പോലെ ബാബിലോന്റെ അടിമത്തത്തിൽ നമ്മളുമായി തീർന്നിരിക്കുന്നത്. ഒരുപക്ഷേ നിന്റെ നഷ്ടപ്പെട്ടു പോയ അവസ്ഥകളിൽ മുഴുവൻ ദൈവത്തിന് പുത്തൻ അഭിഷേകം തരാൻ സാധിക്കുമെന്ന്, പ്രത്യാശ തരാൻ സാധിക്കുമെന്ന് നമ്മോട് അവിടെ നിന്ന് പറയുക. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഈ ആരാധനാ സമയത്ത് മുട്ടുകൾ കുത്തി നിൽക്കുക. നിന്റെ ദുരിതക്കയം അറിയുന്ന കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ നിന്റെ നഷ്ടപ്പെട്ട മുഴുവൻ തിരിച്ചു തരാൻ സാധിക്കുന്ന കർത്താവിനെ നീ വിളിച്ചു പ്രാർത്ഥിച്ചു.
ഇസ്രായേൽ ജനത്തിന് നഷ്ടപ്പെട്ടു പോയത് അവരുടെ കാനാൻ ദേശമായിരുന്നുവെങ്കിൽ, ഇസ്രായേലിന്റെ രാജാവായിരുന്നുവെങ്കിൽ, അവിടെ നഷ്ടപ്പെട്ടു പോയത് അവരുടെ ദേവാലയമായിരുന്നുവെങ്കിൽ, അത് മുഴുവൻ ദൈവമായ കർത്താവ് അവർക്ക് തിരിച്ചു കൊടുത്തു. ദൈവത്തിന്റെ വചനം അവരിലേക്ക് കടന്നു വന്നപ്പോൾ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നീ കണ്ണീരോടുകൂടെ വിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ വചനം നിന്റെ കുടുംബത്തിലേക്ക് വരട്ടെ, കൂദാശ ജീവിതം നിന്റെ കുടുംബത്തിലേക്ക് വരട്ടെ. ദൈവം നഷ്ടപ്പെട്ട് മുഴുവൻ തിരിച്ചു തരാൻ അവിടെ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ട് കരങ്ങളെ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. നിന്നെ നഷ്ടപ്പെട്ടു പോയ ഞരമ്പുകളിലേക്ക് ഒരു പുതിയ ഞരമ്പ് കർത്താവ് വെച്ചു തരും. നഷ്ടപ്പെട്ടു പോയ നിന്റെ അസ്ഥികളിലേക്ക് പുതിയ മാംസം കർത്താവ് വെച്ചു തരും. നഷ്ടപ്പെട്ടു പോയ നിന്റെ ചർമ്മത്തിലേക്ക് കർത്താവ് പുതിയ ചർമ്മം വെച്ചു തരാൻ കർത്താവിന് സാധിക്കും. രണ്ട് കരം ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ വചനം ഓരോ കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ. ഇവരുടെ പരിത്യക്ത അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ വചനം കടന്നു വരട്ടെ. കിരികിരാ ശബ്ദം ഇവിടെ നഷ്ടപ്പെട്ടു പോയ അവസ്ഥകൾ മുഴുവൻ ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. ദൈവശക്തി കൊണ്ട് നിറയട്ടെ, ആത്മശക്തി കൊണ്ട് നിറയട്ടെ, പരിശുദ്ധാത്മാവ് ശക്തി അവിടെ വ്യാപരിക്കട്ടെ. രണ്ട് കരമുയർത്തി വിളിച്ചുണരട്ടെ. യേശുവേ, മാംസമായി മന്നിതിൽ അവതാരം ചെയ്തൊരു വചനം ഞങ്ങളിൽ നിറഞ്ഞിടട്ടെ. ഈ സമയം സംഭവിക്കട്ടെ. മാംസമായി മന്നിതിൽ അവതാരം ചെയ്തൊരു വചനം ഞങ്ങളിൽ നിറഞ്ഞിടട്ടെ. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നു, ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഹൃദയത്തിലൊന്ന് ആവർത്തിച്ച് പറഞ്ഞേ, ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഈ ദൈവത്തിന്റെ വചനം ഏതെല്ലാ സ്ഥലങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ടോ അവിടെയെല്ലാം കർത്താവ് തന്നെ കടന്നു വരുന്നത്. നീ ഹൃദയം തുറന്ന് വചനം വായിച്ച മോനെ, നീ ഹൃദയം തുറന്ന് ആ വചനം എടുത്തുനിന്ന് ഉറക്കിയൊന്ന് വായിച്ചേ. സങ്കീർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ വികാരങ്ങളും വിചാരങ്ങളും അല്ലേ സങ്കീർത്തകൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ദൈവത്തിന്റെ ശ്വസനമേറ്റ, ദൈവത്തിന്റെ ശ്വാസമേറ്റ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കാറ്റടിക്കുന്ന ഈ ദൈവത്തിന്റെ വചനം ഈ സമയം പ്രകാശമായി നിന്റെ കുടുംബത്തിൽ നിറയട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ച മക്കളെ, യേശുവേ, വിളിച്ച് പ്രാർത്ഥിക്കുക. ശക്തിയുള്ള വചനം, ജീവൻ നൽകുന്ന വചനം, ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ള വചനം, ചേതനയിലും ആത്മാവിലും തുളച്ചു കയറുന്ന വചനം, സന്ധിബന്ധങ്ങളിലും മച്ചയിലും തുളച്ചു കയറുന്ന വചനം, ഹൃദയത്തിന്റെ വിചാരങ്ങൾ മനസ്സിലാക്കി തരുന്ന വചനം. ഈ വചനത്തിന്റെ ശക്തി സകല വ്യക്തികളിലും ഈ സമയം വ്യാപരിക്കട്ടെ. മാംസമായി മന്നിതിൽ അവതാരം ചെയ്തൊരു വചനം ഞങ്ങളിൽ നിറഞ്ഞിടട്ടെ. എല്ലാവരും ചേർന്ന് മാംസമായി മന്നിതിൽ അവതാരം ചെയ്തൊരു വചനം ഞങ്ങളിൽ നിറഞ്ഞിടട്ടെ. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. എന്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്ന എല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ശക്തരും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തല്ല
നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷുവയോട് പറയുക, വിജയം നൽകുന്നത് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം നെഞ്ചോട് ചേർത്ത് വെച്ചോ. നിന്റെ കയ്യിലിരിക്കുന്ന ഈ ബൈബിള് നെഞ്ചോട് ചേർത്ത് വെച്ചോ. വചനം പറയുക, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്ന പാലിക്കുവാൻ നീ ശ്രദ്ധിക്കണം. നിന്റെ മക്കളെ ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചോ. ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചോ. ദൈവത്തിന്റെ വചനം നിന്റെ മക്കളിലേക്ക് കടന്നു വരുമ്പോ ഈ കാലഘട്ടത്തിലല്ല, വരും കാലഘട്ടങ്ങളിലും നിന്റെ മക്കൾ അനുഗ്രഹമുള്ള അഭിഷേകമുള്ള മക്കളായി തീരും. നീ ലോകത്തിലെ എല്ലാ ശാസ്ത്രങ്ങളും നിന്റെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്, അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാ ദൈവത്തിന്റെ വചനം. ഈ ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ കുടുംബത്തിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി അടഞ്ഞിരിക്കുക. അതിന്റെ ശക്തി നീ മനസ്സിലാക്കുന്നില്ല. കർത്താവേ, എന്റെ കുഞ്ഞുങ്ങളെ വചനത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ, വചനാധിഷ്ഠിതമായ ജീവിതം നടത്തുവാൻ, ഇതുപോലെ തന്നെ കർത്താവേ, എന്റെ കുഞ്ഞിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം ആലേഖനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ സന്നിധി ദാഹത്തോടുകൂടെ പ്രാർത്ഥിച്ചു, മുട്ടുകൾ കുത്തി പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി, ദീപികാരണത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിലേക്ക് ഈ സമയം ഒഴുകുക. അരുളിക്കയിൽ നിന്ന് നിന്റെ കുടുംബത്തിലേക്ക് ശക്തി ഒഴുകാൻ പോവുക. ഈശോ തന്നെ നിന്നെ ആശീർവദിക്കുന്നത്. ഈശോയുടെ ശക്തി നിന്റെ കുടുംബത്തിലേക്ക് വരുന്നത്. രണ്ട് കരങ്ങളെ തുറന്നു പിടിച്ച് സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കണ്ണുകൾ അടച്ച് അതിനെ തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. രണ്ട് കരങ്ങൾ തുറന്നു പിടിച്ച് വിളിച്ച മക്കളെ, യേശുവേ. മാംസമായി മാനിൽ അവതാരം ചെയ്തൊരു വചനം ഞങ്ങളിൽ നിറഞ്ഞിടട്ടെ. മാംസമായി മണ്ണിൽ അവതാരം ചെയ്തൊരു വചനം ഞങ്ങളിൽ നിറഞ്ഞിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാംസമായി